ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇപ്പം നീട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട്. പിന്നെ വീടിൻ്റെ ഒരു തലവനായിട്ട് മാറിയേക്കാണ് ഞാൻ, ഗൃഹനാഥനായിട്ട്. എല്ലാ പ്രാരാബ്ദങ്ങളും എൻ്റെ തലമണ്ടയ്ക്കാണ്. ഇപ്പോൾ ഇത് കുഴൽക്കിണറാണ് കേട്ടോ. വീട്ടിൽ കുഴൽക്കിണറിൻ്റെ ഇതിൽ നിന്ന് വെള്ളം അടിച്ച് അതിൻ്റെ എയർ പോണ പൈപ്പ് എന്തോ ഇതായിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ വെള്ളം പോവുകയാണ്, വെള്ളം മേലോട്ട് വരുന്നത്. വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ച് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. ഒന്ന് 3 ദിവസമായി ഒരു ഭക്ഷണവും ഇല്ലാതെ. വിശപ്പുണ്ട്, പക്ഷേ ഒരു നേരം എങ്കിലും തിന്നണമാണ് ഞാൻ. ഞങ്ങൾ 3-4 ദിവസമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. മഴവെള്ളത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, മഴവെള്ളം പിടിക്കും. കക്കൂസിക്ക് മഴ ഇല്ലേന്നു. അപ്പം ഇന്ന് മഴ പെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം കക്കൂസിക്കെങ്കിലും വെള്ളം കിട്ടുമല്ലോ. ആരാ പറയുന്നതെന്ന് അറിയില്ല. എല്ലാവരും പ്രാക്കും ഉണ്ട്. എന്താ പറയുക, എത്ര നമ്മൾ നന്മ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് പ്രാക്ക് അവിടെ കിടക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. 3-4 ദിവസമായിട്ട് എനിക്ക് കൊടും പ്രാക്ക് എന്ന് വെച്ചാലും പോലെ കൊടും പ്രാക്കാണ്. ഒരു നേരത്ത്, ആരും ഇല്ലാത്ത നേരത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇന്നും കഷ്ടകാലമാണ് എനിക്ക്. ഭക്ഷണം ഉണ്ടാക്കാൻ വീട്ടിലുണ്ട്, ഉണ്ടാക്കാനുള്ള വെള്ളമില്ല. വെള്ളം നമ്മളെ വീട്ടിലില്ലാഞ്ഞിട്ടല്ല, കുഴൽക്കിണറിൻ്റെ മോട്ടർ ഉണ്ട്, അത് എയർ പൈപ്പ് കേട് വന്നിട്ട് അത് നേരാക്കാൻ ആളോട് വരാൻ പറഞ്ഞ് വന്നിട്ടില്ല. വരുമോയെന്നറിയില്ല. പിന്നെ ഞങ്ങളെ വീട്ടിലെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും അറിയുകൊണ്ട് ഇനി വരുമോയെന്നറിയില്ല. ആൾക്കാർക്ക് വരാൻ തന്നെ പേടിയാണ് ഇങ്ങോട്ട്. അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായൊരു പേരെയാണ്. അതുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്തു തരില്ല. എല്ലാ മനുഷ്യർക്കും വെറുപ്പാണ് ഞങ്ങളോട്. ഈ ഒരു പെരേൻ്റെ ഉള്ളിലത്തെ ഓരോരോ അനുഭവം കേട്ടിട്ടുണ്ട്. നേരം വെളുത്ത് വൈകുന്നേരം വരെ കിടപ്പ് രോഗിയാണെങ്കിലും കൂടിയിട്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിച്ച് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അതുപോലെ സൗകര്യമില്ലാത്തൊരു അടുത്തുള്ള വീട്ടുകാർക്കും യാതൊരു സൗകര്യമില്ലാത്തൊരവസ്ഥയാണ് 3-4 ദിവസമായിട്ട്. അപ്പം ഇന്നലെ 2 ദിവസം മുന്നേ ഞാൻ പരാതി കൊടുത്തിട്ടു. കാരണം അത്രമാത്രം പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ട്, അതിന് പഠിക്കാൻ വരെ സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതിൻ്റെ ഇടയിൽ കൂടി വെള്ളത്തിൻ്റെ എല്ലാം കൊണ്ടും കഷ്ടകാലം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ 5 പിന്നെ അതുപോലെ ഓരോരോ കാര്യങ്ങൾ പ്രവചിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പ്രവചിച്ച മാതിരി തന്നെ ഞങ്ങളെ കാര്യവും കഷ്ടകാലമാണ്. എനിക്കെന്നും കഷ്ടകാലമാണ്. ഒരു ദിവസം ഒരു നേരം തിന്നാണെങ്കിലും ഞങ്ങൾ എങ്ങനെ പണിയെടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല. പ്രാക്കോട് കൂടിയിട്ട് ഞങ്ങളെ ജീവിതമൊന്നും. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് ഇപ്പോൾ അതാ എൻ്റെ കുട്ടി ഇന്നലെ സ്കൂളിൽ ഞാനിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോകലാണ്, അതിന് സൂര്യ ഉണ്ടാവില്ല അച്ഛക്ക്. ഞാൻ കൊണ്ടുപോകാത്തത് എന്താ, ചങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ പണി നടക്കുക. ഞങ്ങൾ നടക്കുമ്പോൾ ഈ കുട്ടി നടക്കൂലല്ലോ. എനിക്ക് 15 രൂപ ബസ് ചാർജ് കൊടുക്കണം. പിന്നെ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് 10 ഉറുപ്പ്യ കൊടുക്കണം. നമ്മൾ ഈ കിട്ടണ മൊത്തം ബസ് ചാർജ് കൊടുത്താണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നടക്കാൻ വയ്യ. എന്നാലും ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ മനുഷ്യന് പണിക്ക് പോകണത്. ഇത്രയൊക്കെ നമ്മൾ എന്തൊക്കെ കൊടുന്ന് നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാ ആൾക്കാർക്കും വരുത്തി, എല്ലാ ആൾക്കാരും നോക്കി, എല്ലാ ആൾക്കാരും വെച്ച് വിളമ്പി കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓലെ കൊണ്ട് കുറ്റം പറയും. അങ്ങനെ എൻ്റെ കുട്ടീനെ ഇവിടെ നിർത്തിപ്പോയി. അത് വൈകുന്നേരം വരെ ഞാൻ പോയപ്പോൾ തുടങ്ങിയ പറച്ചിൽ ഇതാ ഞാൻ വരുന്നത് വരെ പറഞ്ഞു. കുട്ടി അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുട്ടി പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ റെക്കോർഡ് ഓണാക്കി ഫുള്ള് റെക്കോർഡ് ചെയ്തു എന്നെ കേൾപ്പിച്ച്. അപ്പോൾ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ മുന്നിൽ എന്നെ അറിയിക്കും, എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ കുടുംബം നോക്കി പോണത് ഞാൻ തന്നെയാണ്. 5-6 മാസമായി ഞാൻ എൻ്റെ കുട്ടി ഒറ്റയ്ക്കേന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ജീവൻ പോയോ ചത്തോ ഒന്നും അന്വേഷിക്കാൻ ഒരാളും, ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും നോക്കാൻ ഒരു മനുഷ്യരുണ്ടായില്ല. ഞങ്ങൾ ആരോടും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങൾ പറഞ്ഞില്ല. അതുപോലെ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് ആരും ഇല്ല, അച്ഛനില്ല, അപ്പം അമ്മയില്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല, ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല.
എന്നും വീട്ടിൽ വന്ന ഒച്ചയും തിരക്കും വെക്കാനാണ്. അടുത്തിരിക്കുന്ന മനുഷ്യന്മാർക്കും സൗകര്യമില്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളെപ്പോലത്തെ ജീവിതം ഇനി ആർക്കും ഉണ്ടാവരുത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ആരോടും പറയില്ല. എൻ്റെ ഉള്ളിൽ ഒതുക്കി കൊണ്ടിറക്കും. കടയ്ക്ക് പണിക്ക് പോകും, കടയിൽ പണിയെടുക്കും പോകുന്നത്. ഞാൻ എൻ്റെ ആരോടും ഒന്നും നമ്മളെ പ്രയാസങ്ങൾ അധികം പറയില്ല. നമ്മളിതൊക്കെ കൊണ്ട് നടക്കുക. പെരേൻ്റെ ഉള്ളിലാണ് കക്കൂസ്. അത് പാലിയേറ്റീൻ്റെ ആൾക്കാർ, മക്കരപ്പറമ്പുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് ചെയ്ത് തന്ന വെച്ചാൽ രോഗി ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നെ. ഈ വീടിൻ്റെ ഉള്ളിൽ കക്കൂസാകുമ്പോൾ നമ്മൾ വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് മരത്തുനിന്നാണ് മനുഷ്യന് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. എനിക്ക് മഞ്ഞപ്പിത്തം എലിപ്പനിയും വന്ന് കഴിച്ചിലായൊരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഈ മഴവെള്ളം അതും കുടിച്ച് നമ്മൾ വെറുതെ നമുക്ക് സൂക്കേട് ഉണ്ടാക്കണം. അപ്പം ഇനി കുഴൽക്കിണറിൻ്റെ ഇത് നേരാക്കണമെങ്കിൽ ഞാൻ പൈസ ചിലവാക്കണം. കെട്ടിയവൻ എന്നെ ഒഴിവാക്കിയിട്ടില്ല, ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കഴുത്ത് കിടക്കണ കെട്ടുതാലി അടക്കം ഞാൻ കൊടുത്തു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ കഴുത്ത് കിടക്കണതാണ് ഈ കറുത്ത ചിരട്ടം, ഈ രുദ്രാക്ഷ. ഞാൻ ആരോടും എൻ്റെ ഇടങ്ങേറ് ഞാൻ പറയലില്ല. ഇനി അടുത്തത് ഇതാക്കണം, കുട്ടീൻ്റെ കമ്മലുണ്ട്, അത് കൊടുക്കാതിരിക്കണം. അല്ല അപ്പോൾ കുടിവെള്ളം വേണ്ടേ, കോൺകിണറിൻ്റെത് നേരാക്കണം. ഇതാണ് എൻ്റെ അവസ്ഥ. എങ്ങനെ തല കുത്തി മറിഞ്ഞ് പണി എടുത്ത് കൊടുത്ത് നീ വീട്ടിലേക്ക് കൊടുന്നാൽ നമ്മൾ കൊടുന്നതിന് കണക്കുണ്ടാവില്ല, കജുണ്ടാവില്ല. എത്ര ചെയ്ത് കൊടുത്താൽ അതിന് കാര്യമില്ല. കടലിൽ കായം കളിക്കും പോലെ. എന്നെങ്കിലും ഈ ഒരു ഇടങ്ങേറ് മാറുന്നോർത്ത് ജീവിച്ചു. ഇടങ്ങേറ് മാറി എങ്ങനെ അറിയാം? എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ശ്രീലക്ഷ്മിക്കൊരു ചെറിയ ചെറ്റക്കൂടിയിലാണെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രയാസങ്ങൾ തീരും. എനിക്ക് മറ്റുള്ളവൻ്റെ കാര്യം നോക്കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മളെല്ലാവരും നോക്കിയിട്ടുണ്ട് ഈ കോളത്തിൽ. അപ്പോൾ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഒരു ഞായറാഴ്ച നമുക്ക് ഒരു ഒഴിവുണ്ടാവലില്ല, എന്നും പണിയാണ്. അത്തെ മറിച്ച് എന്നെ കുഴിക്ക് എടുക്കാനായിരിക്കുന്നു. എന്നെ കാണുന്ന പരുവം തന്നെ ഉള്ളു. കണ്ണിന് സുഖമില്ല, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അസുഖമാണ്. കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും, ചൊറിയാണ്. ഇപ്പം കണ്ണടേൻ്റെ കാലാവധി കഴിഞ്ഞു. 10,000 ഉറുപ്യ വേണം കണ്ണടേൻ്റെ ഇത് മാറ്റണമെങ്കിൽ. കണ്ണ് ഡോക്ടർ ഫീസും എല്ലാം കൂടിയായിട്ട് കൊടുക്കാം. അതില്ലാതെ ആ കാലാവധി കഴിഞ്ഞ കണ്ണടിയും വെച്ചാൽ ഞാൻ നടക്കുന്നത്. എൻ്റെ അവസ്ഥയുണ്ട്. പണിക്കാൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾക്കാരാകുമ്പോൾ എൻ്റെ മാരത്തൊരവസ്ഥ വരാക്കും വരരുത്.